മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയ കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് സ്വദേശി മിഥുനാണ് മരിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ ഒരു വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവാണ് ഇപ്പോൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെ 3 പേരെ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ മൂവരും ചേർന്ന്, മിഥുൻ ഉൾപ്പെടെയുള്ള 3 പേരും ചേർന്ന് കാട്ടുപന്നി വേട്ടയാടി മാംസവില്പന നടത്തി എന്ന കേസിലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടന്നത്. പിന്നീട് വ്യാഴാഴ്ച ഈ മിഥുൻ ഉൾപ്പെടെയുള്ളവർ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. പക്ഷേ ജാമ്യത്തിലിറങ്ങിയെങ്കിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മിഥുനെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ, അയൽവാസികളൊക്കെ പറയുന്നു. ഈ പത്രവാർത്തകൾ, അറസ്റ്റുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ഉൾപ്പെടെ മിഥുന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി എന്നുള്ളൊരു ആരോപണമാണ് വീട്ടുകാരും അവരൊക്കെ ഉന്നയിക്കുന്നത്. മരണപ്പെട്ടത് കാഞ്ഞിരക്കോട് വടക്കം വീട്ടിൽ 30 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നേരത്തെ തന്നെ അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെ വീടിന് സമീപത്തെ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും വനവകുപ്പിനെതിരെ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. മാനസിക പീഡനമാണ് ഇത്തരത്തിൽ മിഥുനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും മൃതദേഹം തഹസിൽദാർ സ്ഥലത്ത് നേരിട്ടെത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം താഴെ ഇറക്കിയാൽ മതി എന്നുള്ളൊരു ആവശ്യവുമായാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്.